നമസ്കാരം. ബ്രേക്കിംഗ് നേരം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണത്തിന് 3 ദിവസം മാത്രം. LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇന്ന് പത്രിക സമർപ്പിക്കും. രാഹുൽ ഗാന്ധിയും തോമസ് ചാഴിക്കാടനും തുഷാർ വെള്ളാപ്പള്ളിയും നാളെ പത്രിക നൽകും. തിരുവനന്തപുരത്ത് വികസനം ചർച്ചയാക്കി സ്ഥാനാർത്ഥികൾ. കൊല്ലത്ത് മുകേഷിന്റെ 3ാം ഘട്ട പ്രചാരണം. സംസ്ഥാനത്തെ കടൽക്ഷോഭത്തിന് കാരണം ന്യൂനമർദ്ദം രൂപപ്പെട്ടത് ഇന്ത്യൻ തീരത്തു നിന്നും 10,000 കിലോമീറ്റർ അകലെ. കടൽ കയറ്റത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമെന്നും സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. 3 മത്സ്യത്തൊഴിലാളികൾ നീന്തിക്കയറി. പത്തനംതിട്ടയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ സംസ്കാരം നാളെ. ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാൻ നാട്ടുകാർ. കാട്ടാനയെ പിടികൂടുന്നതിൽ തീരുമാനമായില്ല. കേരള ക്രിക്കറ്റ് ടീം മുൻ നായകൻ പി രവിയച്ചൻ അന്തരിച്ചു. കേരളം ആദ്യമായി രഞ്ജി ട്രോഫിയിൽ വിജയിച്ച ടീമിൽ അംഗം. വിടവാങ്ങിയത് ആഭ്യന്തര ക്രിക്കറ്റിൽ 10,000 റൺസും 100 വിക്കറ്റും സ്വന്തമാക്കിയ ആദ്യ മലയാളി. IPL-ൽ മുംബൈ ഇന്ത്യൻസിന് തുടർച്ചയായ 3ാം തോൽവി. രാജസ്ഥാൻ റോയൽസിന്റെ ജയം 6 വിക്കറ്റിന്. ബംഗളൂരു ലക്നൌ പോരാട്ടം ഇന്ന്. മത്സരം രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ.